ഹലോ, വെൽക്കം ടു NiyaZairasCookbook. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ഒരു മട്ടൻ കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളകും 3 ചെറിയുള്ളിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവയെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഈ ചതച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളകും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ ഒന്നുകൂടി തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു 4 വിസിലിനാണ് കേട്ടോ വെക്കുന്നത്. 4 വിസിൽ കൊണ്ട് എനിക്കിത് വെന്ത് കിട്ടുന്നതാണ്. മട്ടൻ വേവിച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8-9 അല്ലി വെളുത്തുള്ളിയും ഒപ്പം തന്നെ 4-5 പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവ 3 കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 15 ഉള്ളിയെങ്കിലും ചേർത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. മട്ടൻ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് അത് ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല.
ഇതിലിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്കൊഴിച്ച് കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നല്ല നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.